നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മറ്റ് വേദികളിലെല്ലാം കുട്ടികൾ പെർഫോം ചെയ്യുമ്പോൾ രണ്ടുപേർ ചാനൽ ചർച്ചകളിൽ പരസ്പരം പോരടിക്കുന്ന രണ്ടുപേർ ഒരേ മനസ്സോടുകൂടി വന്ന് നമ്മുടെ വേദിയിൽ നിന്ന് പാട്ട് പാടുന്നു. ഇനി നമുക്കൊരു താരം വരുന്നുണ്ട്. രോമാഞ്ചം സിനിമ കണ്ടവർക്ക് ആർക്കും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. കമോൺ, ഇവിടെ ഒരു സിനിമ നല്ലൊരു കയ്യടി അങ്ങ് കൊടുക്കാൻ നമുക്ക്. എല്ലാവരും ഒന്ന് കൈയടിക്കണം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. കലോത്സവ വിശേഷം. എപ്പോഴെത്തി? ഞാൻ കുറച്ചു നേരം ആയുള്ളൂ വന്നിട്ട്. ഞാൻ പിന്നെ സംസ്കൃത നാടകം നടക്കുന്നിടത്തോട്ടൊന്ന് പോയായിരുന്നു. നമ്മൾ നാടകമാണല്ലോ ഏറ്റവും പ്രിയം. അതെ അതെ. എങ്ങനെയുണ്ട് സംസ്കൃത നാടകമൊക്കെ? കുഴപ്പമില്ല, ഭാഷ അറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് ഗംഭീരായി, നമുക്ക് കണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലേ? അതെ അതെ. ഈ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണല്ലോ അല്ലേ? പിന്നെ കലോത്സവത്തിന് സ്കൂൾ മുതൽ കോളേജിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതാണ് കലോത്സവം ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വരാനും തോന്നിയത്. ഏതാണ് സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ടെർബോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കാടെ കൂടെ അല്ലേ? ആ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെച്ചേ. നല്ല എക്സ്പീരിയൻസ് ആണ്. അതൊരു ഒരു യൂണിവേഴ്സിറ്റി അല്ലേ ഇത്. അവിടെ നിന്നപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതെ. മമ്മൂക്കാടെ അതുപയോഗിച്ച് ആദ്യം ഡയലോഗ് അടിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ഡയലോഗ് പറയുമ്പോൾ? പിന്നെ തീർച്ചയായും. അപ്പം മമ്മൂക്ക എന്ത് പറയും? ഇല്ല, കുഴപ്പം. പിന്നെ നമ്മളെ സേഫാക്കും. അപ്പം അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണത്. പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് രോമാഞ്ചം സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ഹിറ്റടിച്ച അല്ലേ? ആ വർഷത്തെ ഏറ്റവും ഹിറ്റടിച്ച് ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമയാണ്. ആ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങ് അത് ആ ചിന്തയിലോട്ട് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമയാണ് കേരളത്തിൽ ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ പട്ടികയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ മമ്മൂട്ടിയുടെ സിനിമയിലേക്ക് വന്നു. ആ സിനിമയാണ് നമ്മളെ ഒരു നടനാക്കി മാറ്റിയിരിക്കുന്നത്. നല്ല ഗായകനാണ്, പാട്ട് പാടാറുണ്ട്. ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ടൊരു പാട്ട് പാടണം. പാട്ട് പാടുമെന്ന് എനിക്കറിയാം. അല്ല, ഒന്ന് കൈയടിച്ചാലേ പാട്ടുള്ളൂ. പാടും. ഇവരെല്ലാം പറഞ്ഞു വിടും. ഇവരെല്ലാം പറഞ്ഞു വിടും. അഭിനയിക്കുമ്പോൾ കുഴപ്പം, ഇവരെല്ലാം സ്ക്രീനിൽ വന്ന് കണ്ടാൽ കുഴപ്പമില്ല. ഇവരെല്ലാം പറഞ്ഞു വിടുന്നത് രഹസ്യമായിട്ട് പറഞ്ഞു. ആരും കേട്ടില്ലല്ലോ. ഇവരെല്ലാം പറഞ്ഞു വിടുന്നു മാത്രം, ആരും പോകുന്നില്ല. പാട്ടൊന്ന് നല്ല പാട്ട് പാടുമെന്ന് എനിക്കറിയാമല്ലോ. അല്ല, സത്യം പറഞ്ഞാൽ ക്യാമറയും മൈക്കും ഒക്കെ എനിക്ക് പേടിയാ. അല്ല അതല്ല, ഇത് ഇങ്ങനെ എൻ്റെ ഇന്റർവ്യൂലൊക്കെ ഇരുന്നിട്ട് ഒരു പേടിയിലായിരുന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്നാ കുഴപ്പം? ഇവിടെയാണ് ഈ പേടി. നാട്ടുകാരുടെ അടുത്തായതുകൊണ്ടേ. നല്ലൊരു പാട്ട് നമുക്ക് വേണം. പാടും, തീർച്ചയായിട്ടും പാടും. ഒരു പാട്ട് പാടൂ. വേണ്ടോ? ഒരു നാടൻ പാട്ടിന്റെ തീർച്ചയായിട്ടും 4 വരി അങ്ങ് ആവും. എല്ലാരും താളം പിടിക്കണം കേട്ടോ. അച്യുതൻ കൊച്ചു മൂകിൽ വർണ്ണൻ ദേവഗീതന്റെ കൊച്ചു കൃഷ്ണൻ ഉണ്ണി പിറന്നേ തിത്താരതി. അച്യുതൻ കൊച്ചു മൂകിൽ വർണ്ണൻ ദേവഗീതന്റെ മതി. അങ്ങനെയല്ല, പാടാൻ അറിയാം. പിന്നെ ഒന്ന് കയ്യിൽ നിന്ന് പോയപ്പോ നിർത്തിയാന്നൊക്കെ. വേറെ നാടൻ പാട്ട് പാടാറുണ്ടല്ലോ. പിന്നെ അപ്പൊ അതൊന്ന് കയ്യിൽ നിന്ന് പോയാട്ടോ. അടുത്ത ഒന്ന് കൈയടിച്ചാലേ പാടുള്ളൂ. നമ്മൾ എനർജി കൊടുക്കണം. ഇന്ന് നമ്മൾ പാടിയിട്ടേ പോവും. പാട്ട് മറന്നുപോയി. എന്നാ മിമിക്രി ആയാലോ? പിന്നെ മിമിക്രി നോക്കാം. മിമിക്രി നോക്കാന്ന്. നല്ലൊരു കൈയടി. ജനാർദ്ദന സാറിന്റെ സൗണ്ട്. ഓക്കെ. പണ്ട് കോളേജിൽ ചെയ്തതാണ്. നശിപ്പിച്ച് പട്ടച്ചാറായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ച് സിനിമയിലെടുത്ത. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. ഇനി ഏത് നടൻ്റെ ചെയ്യണം? കൊച്ചു പ്രേമൻ. നമ്മൾ വിട്ടു പിരിഞ്ഞെങ്കിലും നമ്മുടെ മനസ്സിൽ എന്നും നല്ല കഥാപാത്രം തന്ന ഒരു വ്യക്തിയാണ്. കയ്യിലൊരു കൊള്ളുണ്ടു കേട്ടു. ആ പട്ടിയുണ്ട് തൂറ്റിക്കുക എന്റെ സ്ഥലത്ത്. ആ കുട്ടിയുണ്ട് പൊട്ടുരുക്കുക എന്റെ പൊട്ട് വയ്ക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. ആ മച്ചമ്പിയേ. എങ്ങനെയുണ്ട്? ഇനി ആരെ വേണ്ട നിങ്ങൾ പറഞ്ഞ അപ്പ ചെയ്യും കേട്ടോ. മതി എന്താ
വേണ്ട അങ്ങനെ പറയുകയാണ് ആളുകൾ. ആ നമുക്ക് അവരുണ്ട് ചെയ്യുന്ന വേറെ താരങ്ങളുണ്ടല്ലോ. ഞാൻ പിന്നെ തമിഴില് ആ മൊട്ടൈ രാജേന്ദ്രനെ ചെയ്യുമായിരുന്നു. ഓ വെഴി സുന്ദർ, ഇത് രണ്ടും തമിഴ്. സുന്ദർ സതീഷ്. அப்படியா? ആ ആ അപ്പൊ അടി അടുത്തുനിന്ന് തന്നെ കിട്ടും. ஏய் கூப்பிடு வேலையாச்சு கூப்பிடு. டேய் காணி ஒன்றும் பண்ணிடாத. ஊரை மாத்திட்ட, பேரை மாத்திட்ட, கெட்டப்பு கூட மாத்திட்ட. ஆனா ടീച്ചറെ മലയാളത്തെ மட்டும் മാറ്റ முடியலப்பா. സൂപ്പർ കേട്ടോ, സൂപ്പർ. ഒത്തിരി സന്തോഷം കേട്ടോ. Thank you. നമ്മളെ എന്നും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ഈ 4 ദിവസം കൊല്ലത്തിന് ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളായാലും അത് കാണാൻ വരുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഇതൊരു വലിയ ഉത്സവമാക്കി തീർക്കേണ്ടത് കൊല്ലംകാരൻ നമ്മുടെയും കൂടെ കടമയാണ്. എല്ലാവരും അകമഴിഞ്ഞ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ഇതൊരു നല്ല വിജയമാക്കണം. അതുപോലെ തന്നെ എന്നെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. താങ്ക് യു. ഒത്തിരി സന്തോഷം ഈ സമയത്ത് നമ്മളോട് സഹകരിച്ചാൽ. ടെർബോ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ഉള്ള സീൻ വലിയ ഒരു ഹിറ്റായി മാറ്റാൻ സിനിമ മമ്മൂക്ക എന്ന മഹാനടനോടൊപ്പം അഭിനയിച്ച ആ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത്ര നേരം എന്നെ സഹിച്ചതിന് ഒത്തിരി സന്തോഷം. എന്തായാലും നല്ല മനോഹരമായി ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ച നല്ല ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തല്ലോ. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. ഇനി നടൻ അടുത്ത ദിവസങ്ങളുണ്ടല്ലോ, കാണാൻ വരുമായിരിക്കും അല്ലേ? മോണെ മിമിക്രി കാണാൻ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. ഇവിടെ തന്നെയാണ്ട് മിമിക്രി കാണാനും വരുമല്ലോ. എല്ലാത്തിനും വരും. നമ്മളിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. എന്തായാലും പ്രേക്ഷകർക്ക് നല്ല ഒരു നമുക്കൊരു ഗസൽ